ഹലോ സ്റ്റുഡൻസ്, നമ്മളിത് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സ് NCERT ടെക്സ്റ്റിലെ 8th ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Given sec theta is equal to 13/12, calculate all other trigonometric ratios. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാടാ. നോക്കിയേ, നമുക്ക് അല്ലേ സെക് തീറ്റ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനകത്ത് സെക് തീറ്റ ഓൾറെഡി പഠിച്ചതുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബേസിക് കാര്യം എന്തുവാ, നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ബുക്ക് എടുത്തോണ്ട് വരിക, എൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തു പോവുക. കാരണം നമ്മൾ റിപ്പീറ്റഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള പേരിട്ട് കൊടുക്കാം. നമുക്കിവിടെ ഒരു സാധനവും പറയുന്നില്ല അല്ലേ, ട്രയാങ്കിൾ എന്തെടുക്കണമെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടുന്ന് എ തുടങ്ങുവാണെങ്കിൽ ഇവിടെ ബി, ഇവിടെ സി ഇട്ടു, ഇവിടെ റൈറ്റ് ആംഗിൾ ഇട്ടു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ സെക് തീറ്റ എന്നാണ് പറയുന്നത് അല്ലേ. സെക് തീറ്റ അല്ലെ, തീറ്റ ഒരു ആംഗിളാണ്. നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാം. ഇവിടെ അങ്ങനെ എന്തുവാ, ഇപ്പോൾ ആംഗിൾ എ എടുക്കണമെന്നോ അല്ലെ സെക് എ സെക് ബി അങ്ങനെയൊന്നുമല്ല പറയുന്നത്, ഒരു തീറ്റയാണ് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആംഗിൾ ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാം. ഇപ്പോൾ നമുക്ക് ആംഗിൾ ബീനെ നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുവാണ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ തീറ്റ ആംഗിൾ എങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ, ഇതാണ് ഓപ്പോസിറ്റ് അല്ലേ. സോ ഓപ്പോസിറ്റും നമുക്ക് അതുപോലെ തന്നെ അഡ്ജസൻറ്റും നമുക്ക് സുഖമായിട്ട് അങ്ങ് എഴുതി വെക്കാം. ഇപ്പം നമ്മുടെ ഫിഗർ ബേസ് ചെയ്തിട്ട് നമ്മൾ സംഭവമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, സെക് തീറ്റ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 സെക് തീറ്റ എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്തുവായിരുന്നു നമ്മളെങ്ങനെയാണ് പഠിച്ചിരുന്നത്, 13/12 അല്ല, ലൈക്ക് എന്തുവായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്, ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, കാരണം എന്തായിരുന്നു, നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനകത്ത് നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പറയാം, സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തുവാണ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തുവാടാ, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇനി ഇതൊന്ന് കേട്ടോണം, നമ്മൾ എങ്ങനെയായിരുന്നു ഇത് പഠിച്ചിരുന്നത്, സൈൻ തീറ്റയും കോസ് തീറ്റയും നമുക്ക് അല്ലേ ഓർഡറിൽ നമ്മൾ പഠിച്ചു. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓപ്പോസിറ്റ് ബൈ ഇത് കിട്ടി. ഇനി സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുവാണ്, കൊസീക്കാണ്. ഓക്കെ, കൊസീക്ക്. കോസിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുവാ, സീക്കാണ്. ടാൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുവാ, കോട്ടാണ്. ഓക്കെ, അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യുക, ഈ റേഷ്യോസിനെ എല്ലാത്തിനെയും തലകുത്ത് നിർത്തുക. അപ്പോൾ നോക്കിയേ, സീക്കിൻ്റെ എന്തോ വന്നേക്കുന്നത് ഇതിൻ്റെ തലകുത്ത് ചെയ്യുന്നത് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓക്കെ, സെറ്റാണല്ലോ. അപ്പം ഇത് മറന്ന് പോരുത്, നമ്മൾ ഇങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ അത്യാവശ്യം റിപ്പീറ്റായിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇട്ട് കൊടുത്താലോ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തുവാടാ, ഇവിടെ നമുക്ക് വാല്യൂസ് ഇവിടെ പറയുന്നുണ്ടല്ലേ. എന്തുവാ, സീക്ക് തീറ്റ എന്ന് പറയുന്നത് എന്തുവാ തന്നേക്കുന്നത്, സീക്ക് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 13/12 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 13 എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം ഹൈപ്പോട്ടന്യൂസിൻ്റെ അവിടെ നമുക്ക് എന്തിടാം, 13K എന്നിട്ട് കൊടുക്കാം അല്ലേ. അതുപോലെ തന്നെ നമുക്ക് അഡ്ജസൻറ്റിൻ്റെ അവിടെയും തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്, 12 ആണ്. സോ 12K എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും സെറ്റല്ലേടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഹൈപ്പോട്ടന്യൂസ് ബൈ എന്ത്, അഡ്ജസൻറ്റ്. ഓക്കെ, സെറ്റാണല്ലോ. ഇനി നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സോ പൈതഗോറസ് തിയറത്തിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്, പൈതഗോറസ് തിയറം നമുക്ക് ഇതിനകത്ത് ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൈതഗോറസ് തിയറം എങ്ങനെയാടാ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതിനകത്ത് നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ, ഓപ്പോസിറ്റ്. അപ്പോൾ എന്തോ സംഭവം, ഓപ്പോസിറ്റിന് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അല്ലേ, ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. എ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എ സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്രയാടാ, 13 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എത്രയാ, 12 സ്ക്വയർ ആണ് എ സ്ക്വയർ. 13 സ്ക്വയർ എത്രയാ, 169 അല്ലേ. അതുപോലെ തന്നെ 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ, 144. നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, കെ ഇട്ട് കൊടുക്കണം. ശരിയാ. സോ നമുക്ക് ഇവിടെയൊക്കെ കെ ഇട്ട് കൊടുക്കാം, ബ്രാക്കറ്റ് ഇടാം, കെ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പം കെ സ്ക്വയർ എന്ന് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 25K സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നതാണ് 25 എങ്കിൽ നമുക്ക് എ എന്ന് പറഞ്ഞാൽ എത്രയാ, ഇതിൻ്റെ റൂട്ടാണ്. സോ 5K എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് ഓപ്പോസിറ്റ് എത്ര കിട്ടി, 5K എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് തന്നെയാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണ്. ഇത്രയും സംഭവം സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്തോ ഇവിടെ പറഞ്ഞേക്കുന്നത്, എന്ത് കണ്ടുപിടിക്കണം നമുക്ക് പറഞ്ഞേക്കുന്നത്, എല്ലാ റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാ റേഷ്യോസും എടുക്കണം. അപ്പോൾ നമുക്ക് എവിടെ തൊട്ട് തുടങ്ങാം,
സൈൻ തൊട്ട് അങ്ങ് വൃത്തിയായിട്ട് അങ്ങ് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് തരുവാണ്. നിങ്ങളെല്ലാം അങ്ങ് എഴുതുക സ്വന്തമായിട്ട്, എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക കറക്റ്റാണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ റേഷ്യോസ് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ കറക്റ്റാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, സൈൻ തീറ്റ. ഓക്കെ, സൈൻ തീറ്റ നമുക്ക് ഞാൻ ജസ്റ്റ് എന്താ പേരായിട്ട് എഴുതുന്നില്ല, നമ്മൾ നേരത്തെ എഴുതിയ പോലെ AB എന്നൊന്നും എഴുതുന്നില്ല, അത് നിങ്ങൾ എഴുതി തന്നെ ചെയ്യുക. ഞാനിവിടെ അതിൻ്റെ ആൻസർ മാത്രം കാണിച്ചു തരാം. എങ്ങനെ വരും? ഓപ്പോസിറ്റ് എന്തുവാടാ? ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? തീറ്റയുടെ ഓപ്പോസിറ്റ് ഏതാ കിടക്കുന്നത്? 5. സോ 5 ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 13. ഫസ്റ്റ് ആൻസർ കിട്ടിയല്ലോ. സെക്കൻഡ് ആൻസർ എന്തുവാ? കോസ്. അല്ലെ, ഞാനിവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്തുവാണ്? അഡ്ജസന്റ് എത്രയാ? 12 ബൈ 13. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റ എത്രയാ? നമുക്ക് 5 ബൈ 12 അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുമ്പോഴത്തേക്ക് എന്തായി? കൊസീക്കായി. കൊസീക്ക് എന്ന് പറയുമ്പോൾ എത്രയാ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 13 ബൈ 5. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുവാ? സീക്ക് തീറ്റ എത്രയാ? 13 ബൈ 12. ടാൻ നേരെ ഓപ്പോസിറ്റ് എന്തുവാ? കോട്ട് തീറ്റ ഈക്വൽ ടു 12 ബൈ 5. സംഭവം സെറ്റ് അല്ലേ? അതിനകത്ത് നമ്മുടെ സീക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ള എല്ലാം നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ? സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് ട്രിഗ്നോമെട്രിയിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോവാം. സോ ഇതെല്ലാം ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. സോ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വരുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം. താങ്ക് യു.